നമസ്കാരം. 15ാം കേരള നിയമസഭയ്ക്ക് 16ാം സഭാ സമ്മേളനത്തോടെ ഇന്നലെ സമാപിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാരിൻ്റെ ഈ 5 വർഷത്തിനിടെ 204 ദിവസമാണ് സഭ ചേർന്നത്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്ക് നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികവും മറ്റു വിവിധ തലങ്ങളിലുമുള്ള കേരളത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കുമെതിരായ നടപടികൾക്കെതിരായ ശബ്ദമുയർത്തുന്ന വേദിയായി കേരള നിയമസഭ മാറിയിട്ടുണ്ട്. വയനാട് പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പകച്ചുപോയ ജനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങളുമെന്ന് തെളിയിച്ചതാണ് നമ്മുടെ കേരളത്തിലെ നിയമസഭ. അതേസമയം വളരെ പ്രസക്തമായ നിയമനിർമ്മാണങ്ങൾക്കിടയിലും സർക്കാരുമായി ഒട്ടും സഹകരിക്കാതെ ബഹളമുണ്ടാക്കിയും സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമിച്ചും ഡയസിലേക്ക് തള്ളിക്കറിയും സഭ ബഹിഷ്കരിച്ചും അങ്ങനെ വിവിധങ്ങളായ രീതിയിലുള്ള ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രതിപക്ഷം കടന്നുപോയത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷത്തെ കേരള നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്ത് പാർലമെൻറ്റ് നടപടിക്രമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ദേശാഭിമാനിയുടെ ഡിജിറ്റൽ വിഭാഗം കോർഡിനേറ്റിംഗ് എഡിറ്റർ സാജന വിജിൻ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം സാജ. ഈ സഭാ സമ്മേളനത്തിൻ്റെ അവസാന സമയങ്ങളിൽ പോലും പല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അനാവശ്യമായി ബഹളങ്ങളുണ്ടാക്കി സഭാ സമ്മേളനം തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷം നടത്തിയത്. സാധാരണ പ്രതിപക്ഷം സഭാ സമ്മേളനങ്ങളിൽ ചില വിഷയങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ പ്രതിഷേധിക്കുമ്പോഴും സഭയുടെ ചോദ്യോത്തരവേള അടക്കമുള്ള നടപടികളുമായി അവർ സഹകരിച്ചു പോകുക എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സ്പീക്കറെ പോലും തടയുന്ന രീതിയിലും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം അടക്കമാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കൊരു അസഹിഷ്ണുതയിൽ നിന്നുകൂടി രൂപപ്പെട്ടതിൽ എന്താണ് സാജന ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? തീർച്ചയായും അതിനകത്ത് നമുക്ക് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് മഹത്തായ ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യം ഇന്ന് ഈ നിലനിൽപ്പ്, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഈ ഭരണഘടന തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് എവിടെ നിന്നാണ് ഭീഷണി എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു സാഹചര്യത്തിൽ കേരള നിയമസഭ സ്വീകരിക്കുന്ന പല നിലപാടുകളും, കേരള നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷമുള്ളത്, LDFൻ്റെ സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ കഴിഞ്ഞ BJP അധികാരത്തിൽ വന്ന 2014 മുതൽ ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനും നേരെ ഉയർത്തിയ ഭീഷണിയെല്ലാം ഫലപ്രദമായി നേരിട്ട ഒരു ചരിത്രമാണ് കേരള നിയമസഭയ്ക്കുള്ളത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായ സുരേഷ് ഗോപി, ആ പേരെടുത്ത് പറയണം, സുരേഷ് ഗോപി പ്രജ എന്ന ഒരു പ്രയോഗമാണ് ആവർത്തിക്കുന്നത്. പ്രജയല്ല, ജനാധിപത്യത്തിൽ പൗരനാണ്. ഈ പൗരത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംജ്ഞയാണ്. അപ്പോൾ ഈ പ്രജ എന്ന് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗരത്വ നിർണയം, പൗരത്വ പദവി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രയോഗങ്ങളാണ്. അപ്പോൾ പൗരത്വം ഉറപ്പാക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ് കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ ഇതിനോട് കൂടെ നിൽക്കാൻ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുണ്ട്. ആ നിലപാടിനോട് ഒട്ടും യോജിക്കാത്തൊരു നിലപാടാണ് കേരളത്തിൽ പ്രതിപക്ഷം നയിക്കുന്ന കോൺഗ്രസ് എടുത്തത്. ഇത് ഏത് പാർട്ടി ഭരിക്കുന്നതെന്ന്, ഏത് പാർട്ടി BJP അല്ലാത്ത ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് കേരളത്തിലെ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ആ സർക്കാരിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയമായ കടമ കോൺഗ്രസിനുണ്ടായിരുന്നു, കോൺഗ്രസിനും മറ്റ് UDF ഘടകകക്ഷികൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ അവർ നിർവഹിക്കാൻ തയ്യാറാകാതെ ബഹളം ഉണ്ടാക്കിയത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പം കഴിഞ്ഞ നിയമസഭയിൽ അതായത് 2016-21 നേമത്ത് BJPക്ക് ഒരു അംഗം ഉണ്ടായിരുന്നു കേരള നിയമസഭയിൽ, O രാജഗോപാൽ. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് കേരളം ഒരുപാട് ചർച്ച ചെയ്താണ്. UDFൻ്റെ സഹായത്തോടു കൂടി UDFകാർ വോട്ട് മറിച്ചു കൊടുത്താണ് അത്. പിന്നീട് ആ അക്കൗണ്ട് പിന്നെ V ശിവൻകുട്ടി 2021 തെരഞ്ഞെടുപ്പിൽ കൂട്ടി. ഇപ്പം യഥാർത്ഥത്തിൽ കേരള നിയമസഭയിൽ ഫിസിക്കലി BJPക്ക് പങ്കാളിത്തമില്ലെങ്കിൽ പോലും BJPയുടെ റോള് പലപ്പോഴും നിർവഹിക്കുന്നത് പ്രതിപക്ഷമാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷം VD സതീശനെതിരെ ഇത് ഞാൻ പറയാൻ കാരണം, നമുക്ക് പാസ്സാക്കിയ ഒട്ടേറെ അതിപ്രധാനപ്പെട്ട 13ഓളം ബില്ലുകളിൽ ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. അതിനെതിരെ ഒരു ശബ്ദം പോലും കോൺഗ്രസ് ഉന്നയിക്കുന്നതായിട്ട്, നിയമസഭക്കകത്തോ പുറത്തോ ഉന്നയിക്കുന്നതായിട്ട് കിട്ടും. ഏറ്റവും അവസാനം ഗവർണർ ആർലേക്കർ വായിച്ച നയപ്രഖ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതും
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരായ കേരളം ഉയർത്തുന്ന പ്രതിരോധം അത് അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് വായിച്ചത്. പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ വായിച്ചത് പൂർത്തീകരിച്ചു. പക്ഷെ അതേസമയം ഗവർണർ ആവശ്യപ്പെട്ടത് ആ ഭാഗം വെട്ടിമാറ്റണം. അതായത് ഞാൻ വായിച്ചതുപോലെ തന്നെയാണ് സഭാരേഖയിൽ പാടുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായി പറഞ്ഞു, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണ്, ഗവർണർ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് മുഖ്യമന്ത്രി ശക്തമായി അത് നിയമസഭയിൽ ആ സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം, അതായത് ഗവർണർ ബില്ല് ഒപ്പിടാത്തതിനെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ സാജൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ദേശീയ നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് കൂടി ഇവിടെ ഇത്തരം രാഷ്ട്രീയ അസഹിഷ്ണുത, ഇത്തരം ഒരു രാഷ്ട്രീയപരമായി ഈ സർക്കാരിനോടുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുന്ന കോൺഗ്രസിൻ്റെ തന്നെ ചില പാരമ്പര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയും ഇപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ചെയർപേഴ്സണുമായി സോണിയാഗാന്ധി തന്നെ ദേശീയ ദിനപത്രത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ രാജ്ഭവനുകൾ ഇപ്പോൾ ലോക്ഭവനായി മാറിയിട്ടുണ്ട്. രാജ്ഭവനുകളെ കേന്ദ്രത്തിൻ്റെ കളിപ്പാവയാക്കി മാറ്റുന്നു, ഈ ഭരണഘടനാ സ്ഥാനങ്ങളെ മുഴുവൻ ദുർബലമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ആണോ എന്ന് അറിയാൻ വയ്യ. ഇനി മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ വയ്യ. എന്തായാലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ അതിസങ്കീർണമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF ഇത്തരത്തിൽ പെരുമാറുന്നത്. ഗവർണർമാർ ഇപ്പം ആർലേക്കറോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ആരിഫ് ഖാനോ എന്നുള്ളതല്ല വിഷയം. BJP നിയമിച്ച എല്ലാ ഗവർണർമാരും തമിഴ്നാട്ടിലാവട്ടെ, പഞ്ചാബിലാവട്ടെ, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭരണമുള്ള കർണാടകയിൽ ഉൾപ്പെടെ ഇപ്പം കോൺഗ്രസ് സർക്കാരിനെതിരെ അവിടുത്തെ ഗവർണർ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും LDF സർക്കാരിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണങ്ങളെ പോലും പിന്തുണയ്ക്കാതെയും ഒപ്പിട്ട ബില്ലുകൾ പലപ്പോഴും അന്നത്തെ കാലത്ത് ഓരോ കാലത്തും ഗവർണർമാർ എടുക്കുന്ന സമീപനത്തിൽ അവരുടെ നിലപാടിനോട് ഒപ്പം നിൽക്കുന്ന ഒരു പ്രതികരണങ്ങളും ഇപ്പം സർവകലാശാലകളുടെ സ്വയംഭരണാവകാശമായാലും, ഇപ്പം സർവകലാശാലയുടെ സ്വയംഭരണം എന്ന് പറയുമ്പോൾ അത് കേരള സർക്കാർ എടുക്കുന്ന നിലപാടുകളെ പിന്തുണച്ചു കഴിഞ്ഞാൽ അത് LDFന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുമെന്ന് ഭയന്നിട്ടാവാം എന്ന് അവർ പലപ്പോഴും ഗവർണറെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഗവർണർമാരെ ഒരു വൈറ്റ് വാഷ് ചെയ്യുന്ന സമീപനമാണ് UDF നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നത്. ഇത് ജനാധിപത്യത്തിനും സംസ്ഥാനങ്ങളുടെ അധികാരത്തിനും മേലെയുള്ള ഒരു BJPയുടെ കടന്നാക്രമണത്തെ സഹായിക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പം സാജൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് BJPക്ക് കേരളത്തിൽ ഭരണം കിട്ടില്ല, അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും BJP അധികാരം പടിപടിയായി അധികാരത്തിലെത്തി അവരുടെ ഒരു ഏകപക്ഷീയമായ ഒരു ഭരണമാണ് കേന്ദ്രത്തിലായാലും പല സംസ്ഥാനം. പക്ഷേ കേരളം എപ്പോഴും അതിനോട് ഒരു പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നു. 2-3 കാര്യം. ഒന്ന്, ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഒരു ശക്തി, പ്രത്യേകിച്ച് CPIM അടക്കം സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരം നടപടികൾക്കെതിരെ പ്രതിരോധം. അപ്പോഴാണ് ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകളിലേക്ക് കടന്നു കയറി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ബില്ലുകളടക്കമാണ് ഗവർണർ ഒപ്പിടാത്തത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് അതേക്കുറിച്ച്, രമേശ് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതേക്കുറിച്ചൊന്നും ഒരു ആവലാതിയില്ല. ഇതേക്കുറിച്ച് എന്താ സാജന് തോന്നുന്നത്? അത് ഇവര് ഇപ്പൊ പ്രതിപക്ഷ നേതാവായാലും, പ്രതിപക്ഷ നേതാവാണ് കൂടുതൽ പറയുന്നത്, രമേശ് ചെന്നിത്തല പറയുന്നില്ല. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥ ഇടതുപക്ഷം പോയിട്ട് ഒരു ജനാധിപത്യ സ്വഭാവം പോലും ഇവർക്ക് കാണിക്കുന്നില്ല. കാര്യം ജനങ്ങൾ വോട്ട് ചെയ്ത സർക്കാർ, ഗവർണർ വോട്ട് ചെയ്ത സർക്കാർ, ഗവർണർക്ക് ജനാധിപത്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ യഥാർത്ഥ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളും നയങ്ങളും നടപ്പാക്കാനുള്ള ചുമതല മാത്രമേ, ഒപ്പിട്ടുകൊടുക്കാനുള്ള ചുമതലയെ ഭരണഘടനാപരമായ ഗവർണർക്കുള്ളൂ. ഇത് സുപ്രീം കോടതി തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച സംഗതിയാണ്. അപ്പോൾ ഇവർ ഭരണഘടനാ അതീതമായ ശക്തി ഒരു അധികാരവും ഇല്ല. അപ്പോൾ ഈ ഒരു ഗവർണർ പദവിക്ക് ഗവർണർ പദവിക്ക് അംഗീകാരം നൽകിയപ്പോൾ തന്നെ അംബേദ്കർ എല്ലാം പറഞ്ഞ കാര്യങ്ങളാണിത്. ഇവരുടെ അധികാരമെല്ലാം കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ മോഡി സർക്കാരിൻ്റെ അമിതാധികാര പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഗവർണർമാർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കാതെ ഗവർണർ പദവി സംസ്ഥാന സർക്കാരിനോടുള്ള സങ്കുചിതമായ ഒരു വിരോധത്തിൻ്റെ പേരിലാണ് ഇവർ ഇങ്ങനെ ഒരു ജനങ്ങളുടെ വൻതോതിലുള്ള പിന്തുണ നേടി തുടർച്ചയായി
2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ വർദ്ധിച്ച പിന്തുണയോടെ 91 MLA-മാരുടെ പിന്തുണയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്നത്. പിന്നീട് 99 ആയി. അപ്പോൾ ജനങ്ങളുടെ വർദ്ധിച്ച പിന്തുണയോടെ അധികാരത്തിൽ വന്ന സർക്കാരിനോട് ഉള്ള സംഗീതമായ രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ ഇവർ ചെയ്യുന്നത് ഇവർ പറയുന്ന നിലപാടിനോട് തന്നെ ഇവർ വഞ്ചിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് കേരളത്തിൻ്റെ അന്തരീക്ഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് മാറ്റം വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സമാധാനപരമായി കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ്. അത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന നമ്മുടെ അതിഥി തൊഴിലാളികളാകട്ടെ, ഉന്നത വ്യവസായികളാവട്ടെ, എല്ലാ തലത്തിലുള്ള ആളുകളും പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഈ കാര്യമായ സംഘർഷങ്ങൾ, പ്രത്യേകിച്ചും വർഗീയ സംഘർഷങ്ങൾ, മതത്തിൻ്റെയോ ജാതിയുടെ പേരില്ല. നമുക്കറിയാം ഒരു കാലത്ത് ഈ പൂന്തുറ കലാപം, മാറാട് കലാപം, തൈക്കൽ കലാപം, ഇങ്ങനെ ഒരുപാട് കലാപങ്ങൾ, പഴയ തലശ്ശേരി കലാപം പോലും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത്തരം ഒരുപാട് വർഗീയ കലാപങ്ങൾ, വർഗീയ അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടായ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഇത്തരത്തിൽ ഒരു സംഗതി പോലും, അതിൻ്റെ ലാഞ്ചന പോലും കേരളത്തിലില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സർക്കാർ, ഈ പോലീസ് അത് അടിച്ചമർത്തും എന്നുള്ളത് കൃത്യമായി അതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് അറിയാം. അപ്പം വളരെ വ്യവസായം തുടങ്ങാനാവട്ടെ, മറ്റ് ഏത് കാര്യം ഒരു നല്ല അന്തരീക്ഷം അത് തകർക്കുക, അതെല്ലാം വിസ്മരിച്ചല്ലേ പ്രതിപക്ഷം ഈ ഗിമ്മിക്കുകൾ കാണിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം കഴിഞ്ഞ ദിവസം 21, 22 തീയതികളിൽ AKG സെന്ററിൽ നടന്ന പഠന കോൺഗ്രസ്, ഈ പഠന കോൺഗ്രസിനെ മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ് ചെയ്തത്. ഈ കോൺഗ്രസ്സുകാർ കനകൊല്ലുവിന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായി നടത്തിയ ഈ നക്ഷത്ര റിസോർട്ടിൽ നടത്തിയ അതിനെയൊക്കെ പ്രകീർത്തിച്ച മാധ്യമങ്ങൾ വളരെ ഗൗരവതരമായി 3000-ൽ കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത് നടത്തിയ ചർച്ച അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. വൻ നിക്ഷേപ താല്പര്യവുമായി കേരളത്തിലെത്തിയ ഒരു സംഘം, അവർ വ്യവസായ മന്ത്രിയെ കാണുകയും വ്യവസായ മന്ത്രി സംഘവും കൂടെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഇത്രത്തോളം നിക്ഷേപത്തിന് താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സമാധാനം, വർഗീയ സംഘർഷമില്ല. ഇന്ത്യയിലെ ഏത് സംസ്ഥാനം നോക്കിയാലും കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് നിമിഷവും കേരളം, തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ എവിടെയായാലും, കേരളവും തമിഴ്നാട് മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ, കർണാടക ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത് നമ്മൾ അവിടെ പലപ്പോഴും ഇതിൻ്റെ തീപരികളുണ്ട്. അപ്പോൾ നിക്ഷേപകരുടെ ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നിർഭാഗ്യകരമായൊരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷേ ഇതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ ഈ വർഗീയ സംഘർഷങ്ങളുടെ എല്ലാം മൂല കാരണം നമ്മൾ നോക്കുമ്പോൾ വാട്സപ്പ് സന്ദേശമോ അല്ലെങ്കിൽ വേറെ, പക്ഷെ എന്നാൽ ഇന്റർനെറ്റ് സാക്ഷരതയിലും ഈ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിലും ഇന്ത്യയിൽ തന്നെ ഒന്നാമതുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇത്രത്തോളം ഇവിടുത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സ്പാർക്ക്, വർഗീയ സംഘർഷത്തിനുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ഉള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ പോലീസിൻ്റെ ജാഗ്രത, അടിച്ചമർത്തലല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്, ഒഴിവാക്കാനുള്ള ജാഗ്രത. കേരളത്തിൽ അങ്ങനെ അടിച്ചമർത്തലൊന്നും ഇല്ല പോലീസിൻ്റെ, അല്ല, ജാഗ്രതയാണ്. എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ തന്നെ അതിൻ്റെ ആ സന്ദർഭം ഒഴിവാക്കാനുള്ള, സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ജാഗ്രത പോലീസിൻ്റെയും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണകക്ഷി നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒന്ന് ഭാഗത്തു നിന്ന് ഒരിക്കലും, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഭരണം നയിക്കുന്ന പാർട്ടികളുടെ നേതാക്കൾ തന്നെയാണ് ഈ വർഗീയ സ്പർദ്ധ സൃഷ്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ അമ്പ്, അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. അത് പോലീസ് തന്നെ പലപ്പോഴും ഈ ഇത് നടത്തുക, ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏത് ഉത്സവങ്ങളും എന്ന് വെച്ചാൽ ആഘോഷിക്കാനുള്ളത്, ഈ ആഘോഷിക്കാനുള്ള ഉത്സവങ്ങൾ ഓരോ മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ ശക്തി തെളിയിക്കാനുള്ള ശക്തി പ്രകടനങ്ങളാക്കി മാറ്റുന്ന സാഹചര്യമാണുള്ളത്, ദൗർഭാഗ്യവശാൽ. അത് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്പർദ്ധ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായി. ഈ ഇതര സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും നേർക്ക് സ്പർദ്ധ പ്രകടിപ്പിക്കുന്നുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, ഇതിനൊന്നും കേരളത്തിൽ സാഹചര്യമില്ല. കേരള സമൂഹം എന്ന് വെച്ചാൽ മതനിരപേക്ഷതയുടെ ഒരു പാരമ്പര്യമുള്ള സമൂഹമാണ്. ഭരണ നേതൃത്വം അതോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ ബാക്കി എല്ലാത്തിലും നമ്പർ 1 എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എല്ലാവരും ഒരേ സഹോദരങ്ങളെ പോലെ കഴിയുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം. അതാണ് ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിവാദം കേരളത്തിൽ ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ ചില മാധ്യമങ്ങൾ ഇതിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഡാറ്റ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സാജൻ തന്നെ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ ചെയ്തിരുന്നു. ഡാറ്റ ചോർച്ച അതിപ്പം മനോരമയാണ് കൊണ്ടുവന്നത്. മനോരമ ഇപ്പോഴും വിട്ടിട്ടില്ല.
ഇത് കുറിച്ച് എന്താ പറയുക? നേരത്തെ മുമ്പ് നമ്മുടെ കോവിഡ് കാലത്ത് ഇതുപോലെ ചില കാര്യങ്ങൾ സ്പ്രിംഗ്ലറിന്റെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാജന്റെ ഇതിന്റെ അഭിപ്രായം എന്താ? ഇപ്പം ഡേറ്റ ജോർജ് ഇപ്പം കോടതിയുടെ പരിഗണനയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ സത്യവാങ്മൂലം നൽകാൻ പറ്റിയ, പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ് ഇതിൽ പ്രധാനം. കാര്യം സ്പ്രിംഗിളുടെ മറ്റേ കോവിഡ് കാലത്ത് അത് നേരിടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഇത് നമ്മൾ ആലോചിച്ചത്, സംസ്ഥാന സർക്കാർ ആലോചിച്ചത്. പക്ഷേ അത് കോടതി വിധി ഇപ്പോൾ 5-6 വർഷം കഴിഞ്ഞ് വന്നു, അതിലൊരു ചോർച്ചമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം ഈ അതിൻ്റെ അകത്ത് ഇത്തരം നമ്മൾ വൈകാരികമായി കാര്യങ്ങളെ കാണുക എന്നുള്ള ഓരോ വിഷയത്തിൽ യുക്തിസഹമായി കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഏതെങ്കിലും ഫോൺ നമ്പറിൽ ആരെങ്കിലും സന്ദേശം അയച്ചു എന്നൊക്കെ പറയുന്നത് ചോർച്ച, അതല്ല ചോർച്ച. ചോർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഈ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാതെ ആളുകളെ ഒരു കുറച്ച് അതാണ് പാനിക്കാക്കുന്ന, അതൊന്നും ഒരു ജനാധിപത്യത്തിൽ അത്ര ഭൂഷണമല്ല. ഇതിന് മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിവാദം സൃഷ്ടിക്കുന്നതിന് മറുപടി പറയേണ്ടി വരും. നമ്മൾ ആ തൽക്കാലം ഒരു കാരണവശാലും ജനങ്ങളുടെ ഡാറ്റ ഇവിടുന്ന് അന്ന് പറഞ്ഞത് മലയാളികളുടെ മുഴുവൻ ഡാറ്റ അമേരിക്കൻ കമ്പനികൾക്ക് ചോർത്തി കൊടുത്തെന്നാണ് പറഞ്ഞത്. അന്ന് ആരോപണം ഉന്നയിച്ച കമ്പനി എന്ന് വെച്ചാൽ പിന്നീട് അന്ന് ഈ ഏത് കമ്പനിക്കെതിരെ ഇവർ ആരോപണം ഉന്നയിച്ചോ ആ കമ്പനികളെ പുകഴ്ത്തി ഇതേ മാധ്യമങ്ങൾ എഴുതി. അത് അമേരിക്കയിലെ വലിയ സ്ഥാപനമായി മാറി. ഒരു മലയാളി, പേര് നമ്മളിപ്പം പറയണ്ട, ഒരു സ്വകാര്യ വ്യവസായിയാണ്, യുവാവായ ഒരു വ്യവസായിയാണ്, അതേ അമേരിക്കയിലെ വലിയ സംഭവമായി മാറിയെന്ന് അടുത്തിടെ മാധ്യമങ്ങൾ എഴുതി. മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അദ്ദേഹത്തിന്റെ സഹായം ഒരു കാലത്ത് തേടിയിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ഈ നിയമസഭയിൽ ഏറ്റവും അവസാനം ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്, പ്രതിപക്ഷം പ്രശ്നം ശബരിമലയുടെ പേരിലാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് ഇപ്പോഴും അവർ ഈ വല്ലാത്തൊരു വിവാദം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു ചർച്ച വന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളും നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയൊരു സാധനമാണ് സോണിയാഗാന്ധിയും ഈ പറയുന്ന പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. യഥാർത്ഥത്തിൽ തങ്ങളുടെ ഭാഗത്തുള്ള മാത്രമല്ല, ഈ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് UDF സർക്കാരിൻ്റെ കാലത്താണ് കൊണ്ടുവന്നത്. വാജിവാഹനം അടക്കം അവിടുന്ന് കൊണ്ടുപോകുമ്പം അജയ്തറയിലടക്കമുള്ള ആളുകളാണ് അന്ന് ശബരിമലയുടെ ദേവസ്വം ബോർഡിൽ നേതൃത്വം കൊടുത്ത ആളുകൾ. ഇതെല്ലാം മറച്ചു വെച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പച്ചക്ക് പറ്റിക്കല്ലേ? അത് പറ്റിക്കലെന്ന് പറയാൻ കൊത്തില്ല. നമുക്ക് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. കാരണം ഇവരുടെ നമുക്കറിയാം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രധാന സംഭവം എന്തായിരുന്നു? നയതന്ത്ര സ്വർണ്ണക്കടത്ത്. ഈ സ്വർണം ദുബായിൽ നിന്ന് വന്ന സ്വർണ്ണമാണ്. സ്വർണ്ണം ആർക്ക് കയറ്റി വിട്ടു, ഇവിടെ ആരായിരുന്നു അവരുടെ ലക്ഷ്യം, ഇത് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ ആരും തയ്യാറായില്ല. അത്യാവശ്യം നാട് വിടാൻ സൗകര്യം കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ ചോദിച്ച ചോദ്യം, ഈ സ്വർണ്ണം എവിടെ നിന്ന് കയറ്റി വിട്ടു, ഇത് ആരായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം, അത് അന്വേഷിക്കാൻ തയ്യാറാവാതെ നമ്മുടെ മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടാണ് എല്ലാ ഏജൻസികളും വന്നത്. അവർ അന്വേഷിച്ചു. ഇത് മാത്രമല്ല, അതിൻ്റെ വിധികളൊക്കെ വരുമ്പോൾ ഇവരാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായമാണ്. അതുപോലെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ ശബരിമലയിൽ സോണിയാഗാന്ധി തെറ്റിയതെന്ന് ആരും ഇവിടെ പറയുന്നില്ല. പക്ഷേ അതീവ സുരക്ഷയുള്ള Z+ കാറ്റഗറിയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവർ വന്നു എന്നുള്ളത് സത്യമാണ്. 2 തവണ ഇവരാരവിടെ ഇതിന് വഴിയൊരുക്കിയത് ആര്? അത് ആ ചോദ്യത്തിന് ഇവരൊന്ന് മറുപടി പറയുക. 2, ഈ വിഷയത്തിൽ നിയമസഭയിൽ പലപ്പോഴും ഇപ്പോൾ അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലും ഇവർ തയ്യാറല്ല. അതിന് ഇന്നലെ കെ ബാബു പറഞ്ഞത് വളരെ രസകരമായ വിശദീകരണമാണ്. കാരണം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മറുപടി പറയും, അതോടെ ഇതെല്ലാം പോകും. അപ്പോൾ ഇതാണ് അവസ്ഥ. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, മുമ്പൊക്കെ അടിയന്തര പ്രമേയം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭരണപക്ഷം ഞെട്ടും, ഇപ്പോൾ അടിയന്തര പ്രമേയം എന്ന് വെച്ചാൽ പ്രതിപക്ഷമാണ് ഞെട്ടുന്നത്. കാരണം എന്താണ്? ഇവർ ഈ ചില മാധ്യമങ്ങളെ അന്ത്യമായി വിശ്വസിച്ച് ചില സംഭവങ്ങളായിട്ട് വരും, അതോടെ ഭരണപക്ഷം മറുപടി പറയും, ഇവരുടെ ഗ്യാസ് പോകും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നത് തന്നെയായിരുന്നു. അന്ന് ഇതേപോലെ ഇവർ ഏതെങ്കിലുമൊക്കെ മാധ്യമത്തിനെ വിശ്വസിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവരും, അതിൻ്റെ ചർച്ചയിൽ ഇവർ കാറ്റുപോകും. ഇപ്പോൾ ഇപ്പം നിയമസഭയിൽ ഇവർക്ക് ഒന്നും ഉന്നയിക്കാൻ പറ്റാത്ത വെറുതെ ബഹളം വയ്ക്കുകയാണ്, ഒരു കാരണമില്ലാതെ ബഹളം വയ്ക്കുകയാണ്. ഇവർ തമ്മിലുള്ള അധികാര വടംവലിയുടെ ഭാഗമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ ഇവർ പറയുന്ന ഭരണമാറ്റം വേണമെന്നുള്ള എന്തിനാണ് ഭരണമാറ്റം എന്നുള്ള ചോദ്യം കൂടെ ജനങ്ങൾ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പഴയതുമായിട്ട് താരതമ്യം ചെയ്ത്. ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആകെ 48 അടിയന്തര പ്രമേയങ്ങളാണ് ചർച്ചക്കെടുത്തത്. പക്ഷേ ഈ 5 വർഷം കൊണ്ട് 18 ചർച്ചക്കെടുത്തു. അതായത് ഇവർ 1-2 ഒഴികെ ബാക്കിയെല്ലാം ചർച്ചയ്ക്ക് സർക്കാർ എടുക്കുകയാണ്. അതുകൊണ്ടായിരിക്കും അവർ അവസാനം ഈ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഫീസ് ഊരിപ്പോകും. മന്ത്രിമാരുടെ മറുപടി ഇരുന്നുകൊണ്ട് ശരിക്കും സമൂഹ മധ്യത്തിൽ അവർ കെട്ടിപ്പൊക്കിയ അവരുടെ കള്ളത്തരങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതുകൊണ്ടായിരിക്കും അവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. വേറൊരു കാര്യം, ഇപ്പോൾ ഈ ചർച്ചകളും ഈ ബഹളങ്ങളൊക്കെ പ്രതിപക്ഷം ഉണ്ടാക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ഒരു നിലക്കും അത് പിന്നോട്ടടിപ്പിക്കുന്നില്ല. അതുപോലെ മാധ്യമങ്ങളുടെ കള്ളവാർത്ത. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദാഹരണങ്ങളാണ്. ഇന്നലെ മുഖ്യമന്ത്രി 5 ലക്ഷത്തിലേറെ ലൈഫ് ഭവന പദ്ധതിയുടെ അത് ജനങ്ങൾക്ക് കൈമാറി.
അതിൻ്റെ താക്കോൽ ദാനം ഇന്നലെ മുഖ്യമന്ത്രി നിർവഹിച്ചു. മണിക്കൂറുകളായിട്ടുള്ള അത്തരം ഏതാണ്ട് ഒരു വീട് എന്ന് പറഞ്ഞാൽ ശരാശരി നമുക്ക് 4 പേരെ കൂട്ടിയാൽ തന്നെ 20 ലക്ഷത്തിലേറെ ആളുകൾക്ക് തലചായ്ക്കാൻ ധൈര്യത്തോടു കൂടി അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒന്നാണ്. വയനാട്ടിൽ ഇതാ അടുത്ത ദിവസം തന്നെ വയനാട്ടിൽ അവിടുത്തെ ദുരന്തത്തിന് വിധേയരായ കുടുംബത്തിന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്നാണ്. കേരള ജനത അത് ഏറ്റെടുത്തു. കോൺഗ്രസ് ഒക്കെ മാറി നിന്നെങ്കിൽ പോലും അവർ ഈ കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ അത് ഏറ്റെടുത്തു. ഇപ്പോൾ അവർക്ക് അടുത്ത ദിവസം അവർക്ക് വീട് കൈമാറാൻ പോകണം. യഥാർത്ഥത്തിൽ ഇവരെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ നുണകളുടെ കൊട്ടാരം കെട്ടിപ്പടുക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു, മറുഭാഗത്ത് സർക്കാർ ആ ഭാഗത്തേക്ക് നോക്കാതെ സർക്കാർ വളരെ സജീവമായി കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകല്ലേ. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ തള്ളെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് തള്ള് എന്നുള്ള ഒരു ചെയ്യേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ എവിടെ പോയാലും നമ്മളിപ്പോൾ സാറിന് പറയുന്ന പോലെ കേരളത്തിലെ നമ്മൾ ഈ സീരിയലുകളും സിനിമകളും തന്നെ കേരളത്തിലുണ്ടായ മാറ്റത്തിന് തെളിവാണ്. ഇത്തരം നല്ല റോഡുകൾ ഇപ്പം ഞാൻ വ്യക്തിയായിട്ട് വരുമ്പോൾ തള്ളിയാന്ന് പറഞ്ഞു. നമ്മൾ ഇന്ത്യയിൽ പല ഭാഗത്തും പോയിട്ടുണ്ട്. അതുപോലെ പല ഭാഗങ്ങളിലും ഈ ദുരന്ത ഭൂമിയിൽ പോയിട്ടുണ്ട്, ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ഇത്രത്തോളം അന്തസ്സോടെ ജീവിക്കുന്നത് ഈ ലൈഫിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഭവം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ഈ ഭവന നിർമ്മാണം അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് ചാരിറ്റി, ദാനധർമ്മം. ഇതങ്ങനല്ല. വീടിനുള്ള അവകാശം അടിസ്ഥാനപരമായ ഒരു മനുഷ്യാവകാശമാണ്. അന്തസ്സോടെ ജീവിക്കാനുള്ള, അടിച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാനുള്ള മനുഷ്യൻ്റെ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും അവകാശമാണ്. അധിഷ്ഠിതമാണ് ലൈഫ് എന്നുള്ള ഒരു പദ്ധതി. ഈ 5 ലക്ഷം വീടെന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമില്ല. ഒരു ഏകദേശം 20 ലക്ഷത്തോളം പേർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള അവസരം. അപ്പോൾ ഇത് നേരത്തെ കുറേ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു, കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ ഇത് അങ്ങനല്ല. ഒരു വീടെന്ന് പറയുന്നത് ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമല്ല. ഇപ്പം നമ്മൾ ഒരു വീടെന്ന് പറയുന്നത് അതിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടിലാണ് കാണേണ്ടത്. അതിനോടൊപ്പം തൊഴിൽ പരിശീലനം, പിന്നെ ഇപ്പം വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അതാണ് എല്ലാം ചേർന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ഇപ്പം നമ്മൾ നിലവിലുള്ള നമ്മളുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പമൊക്കെ പറയുന്ന പോലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലാണ്, നമ്മുടെ അമേരിക്ക ഒന്നുമല്ല, യൂറോപ്പിലെ ചില ചെറിയ രാജ്യങ്ങളിലാണ് ആധുനിക മനുഷ്യൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതാവസ്ഥയുള്ളത്. ഹാപ്പി ലൈഫ്. അതെ, ഹാപ്പി ലൈഫ്. ഇപ്പം പറയുന്നതാ. ഇപ്പം ചൈന ഇത് പറയുന്നുണ്ട്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെ പറയുമ്പോഴും അവരിപ്പോൾ പറയുന്നത് എല്ലാ മനുഷ്യനും വികസനത്തിന്റെ ഫലങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള, അതുകൊണ്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം. അതെ, അത് ചൈന ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ചൈന കേരളത്തിൽ നോക്കി അവരിവിടെ വന്നത്. ചൈന കാര്യം അവർ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതൊന്നുമല്ല, ജനങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോൾ ആ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് സർക്കാരിൻ്റെ ഈ ഒരു വികസന നയം. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ സർക്കാരിനെ മനസ്സിലാക്കാനുള്ള. അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ ബിരിയാണി വേണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് പറയാനുള്ള ഒരു പണ്ടെന്ന് സ്വപ്നം ആ കുട്ടികൾക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടാവുകയാണ്. എന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കുകയാണ്. അതെ, കത്തയക്കുകയാണ്. നേരത്തെ ഈ ഒരു അവസരം ഇല്ലായിരുന്നു. അപ്പൊ ഇത് ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പം മന്ത്രി ഇതൊരു ജൈവികമായ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ അന്ന് നമ്മുടെ എഴുത്തേരി കെ.ആർ. മീര പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് പഠന കോൺഗ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പറയുന്ന സംഭവമുണ്ട്. ഇത് ഏത് തെരഞ്ഞെടുപ്പിനേക്കാളും എല്ലാം പ്രധാനം ആ ദുരന്ത ബാധിതരുടെ ആ വീടിനുടമസ്ഥ ആ സ്ത്രീയുടെ ആ മുഖഭാവം, ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ പട്ടിണി ഇൻഡെക്സിൽ നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു കൊച്ചു കോണിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു തള്ളൊന്നുമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കാനും ഇത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തകർന്നു പോകും, അല്ലെങ്കിൽ ആ പാർട്ടി തകർന്നു പോകും, അതുകൊണ്ട് ഒരു ഭരണം മാറ്റം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ വേറെ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഇതിനോട് കൂട്ടത്തിൽ പറയുന്നത് കാരണം കോൺഗ്രസ് ജയിച്ച പല സംസ്ഥാനങ്ങളിലാണ് MLA കൂട്ടത്തോടെ BJP പോയിട്ടുള്ളത്. അപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ, ഇപ്പം മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പഴയ ഇതായിരുന്നു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ പല കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം. ഇപ്പം മധ്യപ്രദേശ് വലിയ സംസ്ഥാനമായിരുന്നു. മധ്യപ്രദേശിലെ ജനങ്ങൾ കോൺഗ്രസിലെ കൊണ്ടുവന്നു. അതിൽ 20-25 MLA മാറിപ്പോയിട്ടാണ് അവിടെ BJP വന്നത്. ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർ ജയിച്ചാലും BJP പോകും.
അപ്പോൾ അതുകൊണ്ട് ആ ന്യായം പോലും നിലനിൽക്കുന്നതല്ല. എന്നിട്ടും ഈ ഒരു ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ഇവർ കുറച്ച് കസേര ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കുന്നത്. ഈ സാജനോട് അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാജൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാതെയും യാത്ര ചെയ്യുകയും അവിടെ നിരീക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. കാരണം എനിക്ക് 10-12 വർഷത്തോളം ഡൽഹി ദേശാനിയുടെ ബ്യൂറോ ചീഫായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരുണ്ടാക്കുന്ന മറ്റൊരു കള്ളക്കഥ എന്ന് പറഞ്ഞാൽ വളരെ 1-2 സംഭവങ്ങളുടെ പേര് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ആകെ പ്രശ്നമാണ്, ഇവിടെ ആകെ ഒന്നുമില്ല, ഈ കാലിത്തൊഴുത്താണ്, EGN തൊഴുത്താണെന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിനുള്ള കൃത്യമായ മറുപടി UDF സർക്കാരിൻ്റെ കാലത്തെ നമ്മുടെ ആരോഗ്യ മേഖല എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മളടക്കം അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാജൻ എങ്ങനെയാണ് കേരളത്തിലെ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖല, സാജൻ ഇവിടുന്ന് ഡൽഹിയിൽ ഒരുപാട് കാലം നിന്നുകൊണ്ട് ഡൽഹി ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം ആരോഗ്യ മേഖല ആശുപത്രികളൊക്കെ കണ്ടാണല്ലോ, സാജൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അത് ഈ ആരോഗ്യ മേഖലയുടെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാം പറയുമ്പോൾ ഈ മഹാമാരി കോവിഡ് അതാണല്ലോ നമ്മളെ എല്ലാം നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ തലമുറ നോക്കിയാൽ ഈ വരാനിരിക്കുന്ന തലമുറയല്ല. ഈ കോവിഡ് കാലത്ത് ഡൽഹി ജീവിച്ച ഒരാളെന്നല്ല എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. കോവിഡ് കാലത്ത് ഡൽഹിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചാലേ പറ്റുള്ളൂ. ആദ്യം തന്നെ കെട്ടിവെക്കണം. പിന്നെ സർക്കാർ ആശുപത്രിയിലൊന്നും പോകണ്ട. പിന്നെ അവിടെ നമുക്ക് തന്നെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു പ്രത്യേക പ്രായപരിധി കൂടുതലുള്ള ആളുകളെ അവർ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഓക്സിജൻ പോലും അമേരിക്ക പോലെ ഓക്സിജൻ പോലും കൊടുക്കാൻ വിട്ടുകൊടുത്തു. ചെറുപ്പക്കാർക്ക് അതാണ് ഓക്സിജൻ പോലും കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഒരു മലയാളി പാർലമെന്റ് അംഗത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളെ നമ്മൾ അവിടുത്തെ ആശുപത്രി കിടന്ന് അദ്ദേഹത്തെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ട സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അതൊക്കെ അത്യാവശ്യം നമ്മുടെ MP സെക്രട്ടറി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യരാണ്, എന്നാൽ പോലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഉത്തരേന്ത്യയിലെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അവിടെ ഈ പറയുന്നത് പോലെ നദിയിൽ ഒഴുക്കിവിട്ട ജനങ്ങളെ ഒഴുകി. അപ്പം കേരളത്തിലും ഓരോ മരണത്തിനും കൃത്യമായ കണക്കുണ്ട്. അപ്പം അത് മാത്രമല്ല, ഈ സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ പ്രവർത്തിച്ചത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ ചികിത്സയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ 100% ചികിത്സാ പിഴവ് ഒഴിവാക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. സ്വകാര്യ മേഖലയായാലും സർക്കാർ ആശുപത്രിയായാലും 100% ചികിത്സാ പിഴവ് ഒഴിവാക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. വ്യക്തിപരമായി ഡോക്ടർമാരുടെ ഇപ്പം 100% ഡോക്ടർമാരും 100% ഇതര ജീവനക്കാരും എല്ലാം പരിപൂർണരായിരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷേ വ്യക്തിപരമായുള്ള നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു മുതലാളിത്തര സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. ആളുകൾക്ക് പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ചെറിയ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന, ഇപ്പം നമുക്ക് പരാതിപ്പെടാം, നിയമപരമായ സംവിധാനമുണ്ട്. പക്ഷേ ഈ പരാതിയുടെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നൊരിതുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ഒരു ചെറിയ പ്രശ്നം വന്ന ഉടനെ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കുക, സ്വകാര്യ ആശുപത്രികളുടെ പേര് പോലും പറയാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ PS സെൻ്ററുകളൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറയേണ്ട കാര്യമില്ല. അതേസമയം ഇപ്പം ഡൽഹി എയിംസിലെ സ്ഥിതി നോക്കി കഴിഞ്ഞാൽ ഡൽഹി എയിംസിൽ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി മാത്രമല്ല, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികളടക്കം എയിംസിലോട്ടാണ് വരുന്നത്. അപ്പോൾ കാര്യം എന്താണ്, ഈ സംസ്ഥാനങ്ങളിലൊന്നും സംവിധാനം ഇല്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അത് ഡോക്ടർമാർ തന്നെ ഈയിടെ ചില ഡോക്ടർമാർ തന്നെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ജോലി ചെയ്തിട്ടുള്ള ഈ എയിംസിലെ തിരക്കിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണെന്ന്. അപ്പം കേരളത്തിൽ പക്ഷേ ഇത് കേരളത്തിൽ ചില ആരെങ്കിലും പുറത്ത് ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് പോകുന്നത് വ്യത്യാസമുണ്ട്. കാര്യം ഈ അടിസ്ഥാനപരമായ പൊതുജനാരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ PS സെൻ്റർ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ആ സംവിധാനം കേരളത്തിൽ ശക്തമാണ്. പിന്നെ ഏതെങ്കിലും പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ആളുകൾ വിദേശത്ത് പോകുന്നതും തമ്മിൽ താരതമ്യം ചെയ്ത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല മോശമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വലിയ പിഴവാണ്. അതുപോലെ ഏതെങ്കിലും നമ്മളിത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം 25 ലക്ഷം പേര് സർക്കാർ ആശുപത്രിയിൽ വന്നപ്പോൾ 44 പരാതിയാണ് കിട്ടിയത്. അത് അവഗണിക്കേണ്ടതല്ല, പക്ഷെ അതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ പിന്നെ ഈ ഡോക്ടർമാരുടെ ഈ ഒരു സെക്കൻഡിന്റെ 100 അംശത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ പിടിച്ചു വന്നിരിക്കാം. അതെല്ലാം ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് 10% ചികിത്സാ പിഴവ് ഉണ്ടാവുന്നതാണ്. 0.2 അതാണ്. അപ്പോൾ ഇതെല്ലാം പോലും ഒഴിവാക്കണം. ഇപ്പോൾ ശിശുമരണ നിരക്ക് എടുത്തു കഴിഞ്ഞാൽ ശിശുമരണ നിരക്ക് 1000-ന് 5 കേരളത്തിൽ. അമേരിക്ക പോലും 5.5 ഉണ്ട്. അപ്പം അതാണ് സംവിധാനം. ഈ 5 പോലും മാറി 0 ആവണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇതെന്ന് പറയുമ്പോൾ ഇതിന് പിന്നെ പല ഘടകങ്ങളുണ്ട്. ഈ ചികിത്സയുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാവരും ജാഗ്രത വേണം. നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലും 100% പരിപൂർണ്ണയിലെത്തണമെങ്കിൽ നമ്മുടെ അടിത്തട്ടിൽ നിന്നുള്ള ജാഗ്രത വേണം, മുകളിൽ നിന്നുള്ള ജാഗ്രത വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പരിപൂർണമായ ഒരു അവസ്ഥയിലെത്തുന്നത്. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയ
മാത്രം ഇതിനെ ആക്ഷേപിച്ച് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും ഈ പ്രചരണങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിന് 2021 തെരഞ്ഞെടുപ്പ് തെളിവാണ്. അന്ന് ഇതിനേക്കാൾ ഭീകരമായ, അന്ന് ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നടക്കം, ഈന്തപ്പഴത്തിൻ്റെ അകത്ത് സ്വർണ്ണം കുരുകടത്തി, ഖുറാൻ്റെ അകത്ത് കടത്തി, അതേപോലെ തന്നെ ഓലപ്പായിൽ കടത്തി എന്നടക്കം പറഞ്ഞിട്ട് അത്രയേറെ മാധ്യമങ്ങളും പ്രതിപക്ഷം ആഞ്ഞടിച്ചിട്ടും സാജൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ LDF സീറ്റ് കൂടാണ് ചെയ്തത്. ഇപ്പോൾ വേറൊരു എപ്പിസോഡാണ്. അതേതായാലും വിജയിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഓക്കെ.